ഇതിപ്പോൾ ഈ കാലം തുടങ്ങി അടുത്ത സമയം മുതൽ ഇവിടെ ബിൽഡിംഗ് വന്ന മുതൽ ഈ ഓടകൾ കടക്കാരൊക്കെ ഈ ഓടകളൊക്കെ പിടിച്ചടക്കി അവിടെ വെള്ളം പോവാതെയും വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ പല പ്രാവശ്യം ഈ കൗൺസിലർമാരെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഓന്ന് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് കൊണ്ടുവന്ന് നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാഗം പോകും, മേയർ ഒരു ഭാഗം പോകും. ജീവിക്കുന്ന ഇത് തന്നെ വേസ്റ്റുകൾ തിന്നും കുടിച്ച് തന്നെ എവിടെ പോവും? അല്ലെ വിഷം അടിച്ച് ചാവേണ്ടി വരും ജനങ്ങൾ. ഉള്ളവരിപ്പം ഞാനായാലും നിങ്ങളായാലും നമ്മളെ അടുത്തൊരു ചുറ്റുപാട് നല്ലയിടത്ത് ഒരു വീട് കിടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ കിടക്കും? ഒരിക്കലുമില്ല. അപ്പൊ അവസ്ഥ ഇതാണ്. ഇല്ലാത്തത് കൊണ്ട് പാവങ്ങൾ കിടക്കുന്നതാണ്. ഇവിടെ പല കടകളിൽ നിന്നും ഡ്രെയിനേജ് മാലിന്യം ഉൾപ്പെടെ കടലിലേക്ക് തുറന്നു വിടുന്ന ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞം ഹാർബർ റോഡിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഫ്ളാറ്റിന് മുൻപിലാണ്. നിരവധി ഫ്ളാറ്റുകളാണ് എനിക്ക് ചുറ്റുമുള്ളത്. പക്ഷേ നമുക്ക് മുന്നിൽ ഉള്ളത് വലിയ രീതിയിൽ ഈ കക്കൂസ് ടാങ്ക് പൊട്ടി ഒഴുകുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ഏകദേശം 300-ലധികം മത്സ്യത്തൊഴിലാളികളാണ് ഈ ഫ്ളാറ്റിൽ എനിക്ക് ചുറ്റുമുള്ള ഫ്ളാറ്റുകളിലായി താമസിക്കുന്നത്. വർഷങ്ങളായി ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സെപ്റ്റിക് ടാങ്കുകൾ നിരന്തരം പൊട്ടി ഒലിക്കുന്ന സാഹചര്യമാണുള്ളത്. മഴയായാൽ ഇവിടെ ജീവിക്കുന്ന കാര്യം പറയുക തന്നെ വേണ്ട. കാരണം മലവിസർജ്യം അടക്കം അതിലൂടെ ചവിട്ടി വേണം മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കാനും നടന്നു പോകാനും എല്ലാം തന്നെ. ഏറെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഇവിടെ മാരക രോഗങ്ങളാണ് നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികളും മനുഷ്യരല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഞാൻ ഈ ടവൽ തന്നെ കെട്ടിയിരിക്കുന്നത് അസഹനീയമായ സ്മെല്ലാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എനിക്ക് തൊട്ടു മുൻപിലായി ഇതൊരു കക്കൂസ് ടാങ്ക് പൊട്ടി ഒലിച്ച സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വലിയൊരു മഴ പോലും പെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. എനിക്ക് തൊട്ടടുത്തായി ഇവിടെ ഫ്ളാറ്റിലുള്ള സ്ത്രീകളെല്ലാം അമ്മമാരെല്ലാം തന്നെയുണ്ട്. അമ്മമാരെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. നിരന്തരം രോഗം പടരുന്ന സാഹചര്യം ഈ വർഷങ്ങളായി ഇവിടെ ഈ ഒരു അവസ്ഥയാണ് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും തന്നെ പറയുന്നത്. നിരന്തരം മാറി മാറി വരുന്ന ഭരണാധികാരികൾ ഒന്നും തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല എന്നുള്ള പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളും മനുഷ്യരല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും മറുനാടൻ ഈ ഒരു വിഷയത്തിൽ വളരെ വലിയൊരു അന്വേഷണം നടത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള അസഹനീയമായ വിഷയങ്ങൾ പരിഹരിക്കാത്തത് എന്നുള്ളത്. സാറേ, ഇത് എത്ര പരാതിയായിട്ട് നമ്മൾ പോയി. ഇത് ഭരണ ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കും, ഓടകളിൽ നോക്കും, പിന്നീട് വരൂല. ഇത് നമ്മൾ എല്ലാ പരാതി ഇവിടെയാണ്. മാലിന്യങ്ങൾ ഇതുവഴിയാണ് വരുന്നത്. ഇതുവഴി എല്ലാ മാലിന്യം ഉണ്ട്. അതെന്താ അങ്ങനെ വരുന്നത്? എന്താ 500 പേര് കടൽ പണിക്ക് പോകുന്നവർ ഇവിടെ വന്നാണ് കുളിക്കുന്നത്. കേട്ടാ, അയാൾ കടൽ പണി കഴിഞ്ഞ് വന്ന് കുളിക്കുന്നവരാണ്. ഇതിന്റെ വേസ്റ്റുകളൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ പോകുന്നുണ്ട്. ഇതിപ്പോ മഴ കിണറ്റിന് പോകുന്ന വെള്ളമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പല വേസ്റ്റുകളും ഇതിന്റെ അകത്തൂടെ പോകുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ ഹോട്ടലിന്റെ വേസ്റ്റുകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം ചെന്ന് എത്തുന്ന കടലിലാണ്. ഈ പാവപ്പെട്ടവൻ്റെയൊക്കെ നെഞ്ചത്താണ് ഇതെല്ലാം കയറി ഇറങ്ങുന്നത്. അവനൊരു രോഗം വന്നാൽ ഇവിടെ ആരും നോക്കാനുമില്ല, എടുക്കാനില്ല. അവനും അവൻ്റെ കുട്ടികളും പെട്ടപാടാണ്. അതിനൊരു പ്രത്യേക ഒരു പരിഹാരം ഈ മേയറെ കൊണ്ട് ഇതെല്ലാം ചെയ്യണമെന്നാണ് ഞങ്ങളെ വിനീതമായ ഫ്ലാറ്റ് തന്നെയാണ്. ഫ്ലാറ്റിന്റെ ഒക്കെ പോരായ്മകൾ ഇഷ്ടം പോലെ ഉണ്ട്. വരുന്ന അവർക്ക് സേഫ്റ്റി ടാങ്കുകളുണ്ട്. പിന്നെ നഗരസഭയിൽ നിന്ന് വന്ന് വണ്ടി വന്ന് എടുക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നിറഞ്ഞിട്ട് പൊട്ടുന്നുണ്ട്. കണക്കിപ്പോൾ കിടക്കുന്നതൊക്കെ സേഫ്റ്റി ടാങ്കുകൾ നിറഞ്ഞ് പൊട്ടുന്നതാണ്. അല്ലാതെ വണ്ടികൾ വന്ന് വെള്ളം എടുക്കുന്നുണ്ട്. കേട്ടാ, സേഫ്റ്റി ടാങ്കിന്റെ വെള്ളങ്ങളെ
സേഫ്റ്റി ടാങ്ക് അതിൻ്റെ മലിനീകരണങ്ങൾ അത് അവർ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിലും അത് പൊങ്ങുന്നുമുണ്ട്. അതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കൃത്യമായ ഒരു ചുറ്റുപാടിൽ ഈ ഓട, ഈ കിണറുകൾ, ഈ പരിസരങ്ങളെയൊക്കെ ഒരു അന്വേഷണത്തിൽ കൂടി കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി. എത്ര കാലം ഇതിപ്പോൾ ഈ കാലം തുടങ്ങി അടുത്ത സമയം മുതൽ ഇവിടെ ബിൽഡിംഗ് വന്ന മുതൽ ഈ ഓടകൾ കടക്കാരൊക്കെ ഈ ഓടകളൊക്കെ പിടിച്ചടക്കി അവിടെ വെള്ളം പോവാതെയും വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. വെള്ളം ഒഴിഞ്ഞു ഉൾപ്പെട്ട് പോയാലല്ല ഇത് എന്തെങ്കിലും ക്ലിയർ ആവുകയുള്ളൂ. വെള്ളം ഓടിപ്പോകുന്നില്ല. കാരണം ഈ കടക്കാർ അത്ര ഈ ഓട കംപ്ലീറ്റ് പിടിച്ചടക്കി വെച്ചേക്കാണ്. അതുകൊണ്ട് അവിടെ ഈ ബ്ലോക്ക് സാധാരണ ഈ ഹോട്ടലിൽ നിന്ന് പോകുന്ന ഈ എണ്ണയിരയും ഇതൊക്കെ ആകുമ്പോൾ അവിടെ ബ്ലോക്കാവും. എണ്ണകൾ കട്ട പിടിച്ചിട്ട് ബ്ലോക്കാവുമ്പോൾ വെള്ളം ഓടില്ല. അങ്ങനെയൊക്കെയാണ് ഈ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറുന്നത്. അപ്പോൾ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സൗകര്യങ്ങളില്ല. അപ്പോൾ അതൊക്കെ ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഈ ഓടയെ പൊളിപ്പിക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തിയാൽ മാത്രമേ ഈ വെള്ളങ്ങൾ താഴോട്ട് ഒഴുകിപ്പോകാനുള്ള ഇത് ഉണ്ടാവുള്ളൂ. എത്ര പ്രാവശ്യം നാട്ടുകാരത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ളത് ഇത് മാറി ഇവിടെ കിടന്ന് അടിവയ്ക്കാനാണ് ഇവർ വരുത്തുന്നത്. ഈ പല പ്രാവശ്യം ഈ കൗൺസിലർമാരെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഓന്ന് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് കൊണ്ടുവന്ന് നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാഗം പോകും, മേയർ ഒരു ഭാഗം പോകും. ജനങ്ങൾ ചർച്ച ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും പണി അടക്കുകയാണ്. അത് തടയാനുള്ള കാര്യമല്ലോ ഉണ്ട്. അത് തടയാൻ ഇപ്പൊ പണി അടക്കുകയാണ്. ഓടയുടെ പുറത്ത് ഇപ്പൊ പണി അടക്കുകയാണ്. അതിപ്പോ തടയാണ്. ഇപ്പൊ അത് നിങ്ങൾ പറഞ്ഞു നോക്കിയത് നിർത്താൻ വേണ്ടി മേയറുണ്ടല്ലോ, മേയർ പറഞ്ഞു നോക്കി ഒന്ന് മേയറെടുത്ത് പറഞ്ഞാലേ. എങ്ങനെയാ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത്? ഇത് തന്നെ വേസ്റ്റുകൾ തിന്നും കുടിച്ച് തന്നെ എവിടെ പോവും? അല്ലെ വിഷം അടിച്ച് ചാവേണ്ടി വരും ജനങ്ങൾ. ഉദ്യോഗപ്പെട്ടവരടുത്ത് പറയുമ്പോഴും അവർ വേറെ കാര്യം മാറുന്നു. $293 ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്. മഴയൊക്കെ പെയ്താൽ എന്താ അവസ്ഥ? മഴ പെയ്താലെന്ന് പറഞ്ഞാൽ കാറ്റിന്റെ അവിടെ ഇതൊക്കെ അടിച്ച് ഇങ്ങോട്ട് വെള്ളം കയറും. അതിനൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അതിൻ്റെതായ പോരായ്മകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ കക്കൂസ് ടാങ്കിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുകൊണ്ട് കാണുന്നത്, ഇതൊക്കെ കാണുന്ന ഇങ്ങനെ ഇതിന്റെ കക്കൂസ് ടാങ്ക് അകത്ത് നിറഞ്ഞിട്ട് വെള്ളം പൊങ്ങാറുണ്ട്. പൊങ്ങുന്നത് കണ്ടില്ലേ? അതിന്റെ ടാങ്കിന്റെ ഹോളുകളാണ്. അതിന്റെ അടുത്ത് നിന്നൊക്കെ പൊങ്ങി വരുന്നതാണ് ഇത് വെള്ളമൊക്കെ കിടക്കുന്നത്. നമ്മൾ കണ്ടില്ല പോയതെല്ലാം ഇതിൽ നിന്ന് ഇങ്ങനെ വരുന്നത് തന്നെ. ഈ സേഫ്റ്റി ടാങ്കിൽ നിന്ന് പൊങ്ങി വരുന്നത് തന്നെയാണ്. അത്രയും ഇവിടെ നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? എന്ത് ചെയ്യാൻ പറ്റും? അവരെവിടെ പോവും? ഇതല്ലേ അവസ്ഥ. പാവങ്ങളായവനെ എവിടെ പോവും? അവിടെ പോകാൻ പറ്റും. ഇതിപ്പോ ഉള്ളവരിപ്പോ ഞാനായാലും നിങ്ങളായാലും നമ്മളെ അടുത്തൊരു ചുറ്റുപാട് നല്ലയിടത്ത് ഒരു വീട് കിടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ കിടക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ അവസ്ഥ ഇതാണ്. ഇല്ലാത്തത് കൊണ്ട് പാവങ്ങൾ കിടക്കുന്നതാണ്. ഇതിനൊക്കെ ഒരു പരിഹാരമായ രീതി സർക്കാരിൽ നിന്നും മേയറിൽ നിന്നൊക്കെ ലഭിക്കപ്പെടണം. ഇത് ഏതെങ്കിലും മേയർമാരോ ഉദ്യോഗസ്ഥന്മാരോ കൗൺസിലർമാരോ കളിച്ചാൽ അത് സർക്കാർ നല്ല നടപടിയെടുക്കണം. കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. ഉദ്യോഗസ്ഥരെ കൊണ്ട് നല്ലൊരു അന്വേഷണം നടത്തണം. ഒരു വരുന്ന ഉദ്യോഗസ്ഥരെ നല്ല കാപ്പിയും വാങ്ങിച്ച് കഴിച്ച് കൗൺസിലർമാരെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പോകുന്ന ഉദ്യോഗസ്ഥന്മാരാവാൻ പാടില്ല. നല്ല ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തണം. നല്ലൊരു അന്വേഷണം തയ്യാറാക്കിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കോർപ്പറേഷനിൽ നിന്ന് നല്ലൊരു നീതി ആ സാധാരണക്കാർക്ക് ലഭിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട്. രോഗി വന്ന് നോക്കി 40 വർഷം കൊണ്ട് ഞാൻ കിടക്കുകയാണ് വാടകയ്ക്ക്. ഒരു രോഗിയാണ് എന്റെ വീട്ടിൽ കിടക്കണമെന്ന് നോക്കി. നമ്മളെ കൗൺസിലർമാരെ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുമ്പോഴത്തേക്ക് പറയാൻ നല്ലത് ഒരു മറുപടി പൊന്നുമാമ്പാണ് പറഞ്ഞാണ്. ഞാൻ രോഗിയൊക്കെ ഒന്ന് കണ്ട് ഞാൻ പൈസ അടച്ചു സാറേ. ഇതുവരെയായിട്ട് എനിക്ക് തന്നില്ല. എനിക്ക് ഒരു രോഗി കിടക്കുകയാണ്. ഞാൻ വാടക കൊടുത്ത് വാടകയാണ് കിടക്കുന്നത്. ഈ ഫ്ലാറ്റ് മൊത്തം ഒന്ന് ചെക്ക് ചെയ്തിട്ട് അർഹതയുള്ളവർക്ക് ആർക്കാണ് കണ്ടെത്തി ആ ഫ്ലാറ്റ് എത്തിച്ചു മൊത്തം റീസെറ്റ് ചെയ്യണം. അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി വാടകയാണ് കിടക്കുന്നത്. ഇവിടെ പല കടകളിൽ നിന്നും ഡ്രെയിനേജ്
മാലിന്യം ഉൾപ്പെടെ കടലിലേക്ക് തുറന്നു വിടുന്ന ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ആ വെള്ളത്തിൽ ചവിട്ടിയാണ് കടലിലേക്ക് പോകുന്നത്. നിരവധി അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട്. വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത് നടക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ജനങ്ങളൊക്കെ തന്നെ അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യത്തില്ല. എന്തായാലും ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രമുഖ വ്യക്തികളുമായിട്ട് സംസാരിച്ച്, സംഘടനകളുമായി സംസാരിച്ച്, കൗൺസിലുടെയൊക്കെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി. ഇവിടെ ജമാഅത്തുണ്ട്, ജമാഅത്തിൻ്റെ ഭാരവാഹികളും മറ്റൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഒരു പരിഹാരത്തിലെത്താനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ്. എന്തായാലും ഇവിടെ താമസിക്കുന്ന 300-ലധികം ജനങ്ങൾ നമ്മളോട് പറയുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. മഴയായാൽ പിന്നെ ഇതിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ഇപ്പോൾ തന്നെയുള്ള സാഹചര്യം ഇങ്ങനെയാണ്. നമുക്ക് മൂക്ക് പൊത്താതെ ഇതിലെ നടക്കാൻ കഴിയില്ല. ഇവിടെ എങ്ങനെയാണ് ഈ മനുഷ്യർ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമുക്കിടയിലും ഉയർന്നു വരുന്നത്. ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. ചുമ്മാ നമ്മുടെ സർക്കാർ ഫ്ളാറ്റ് ഇങ്ങനെ നിറയെ കെട്ടിക്കൊടുത്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായ കറക്റ്റ് സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ഇത് വല്ലാത്തൊരു സാഹചര്യമാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. നിലവിലിപ്പോൾ മേയർ വി രാജേഷ് ഇവിടെ സന്ദർശിച്ചിരിക്കുകയാണ്. ഇതിന് കൃത്യമായ പരിഹാരം കാണുമോ എന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് കണ്ടറിയേണ്ട കാര്യം കൂടിയാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.